ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ മുൻപിൽ തിരുവനന്തപുരത്തിൻ്റെതായ നിരവധി കാര്യങ്ങളും സാധ്യതകളും അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാം, തിരുവനന്തപുരത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം. അദ്ദേഹം പല പ്രസംഗങ്ങളിലും ആസാമിലായാലും പശ്ചിമ ബംഗാളിലായാലും അദ്ദേഹം ഒന്ന് പരാമർശിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച്. ഞങ്ങൾ അധികാരത്തിലേറി അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഒക്കെ തന്നെ പരമാവധി സമയം ചെലവഴിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായി പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും കോർപ്പറേറ്റർമാരായിട്ട് പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഉത്തരവ് ബോധ്യമുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ മറ്റ് വിദഗ്ധരുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരോട് അവരവരുടെ വാർഡുകളിൽ വികസന സഭകൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. നിരവധി വാർഡുകളിൽ ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കൗൺസിലർമാരുടെയും സ്വതന്ത്രരുടെയും വാർഡുകളിൽ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഇനിയും ചിലത് ലഭിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു പല മേഖലകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രെഡായി, അതോടൊപ്പം തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, RCC ഡയറക്ടർ, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ തിരുവനന്തപുരം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റു പലരും, ചേംബർ ഓഫ് കോമേഴ്സ്, ഇത്തരത്തിലുള്ള വിദഗ്ധരുടെ ഇപ്പോൾ TP ശ്രീനിവാസ് സാറിനെ പോലുള്ള വിദേശകാര്യ വിദഗ്ധർ, നമ്മുടെ വിജയരാവ് സാറിനെ പോലെ ടെക്നോ പാർക്കിന്റെ ഫൗണ്ടിംഗ് CEO വിജയരാവ് സാറിനെ പോലുള്ള വിദഗ്ധർ, അവരുമായിട്ടൊക്കെ തന്നെ വൺ ടു വൺ ഡിസ്കഷൻ നടത്തി അവരിൽ നിന്നും ആവശ്യത്തിനുള്ള ഇൻപുട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കോർപ്പറേഷന്റെ ഒഫീഷ്യൽ വികസന സെമിനാർ എല്ലാ വർഷവും നടക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ കോർപ്പറേഷൻ തന്നെ ചില കോൺക്ലേവുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം 46 വാർഡുകളിൽ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനമുള്ളത്. ഇത് 101 വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കണം. അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിന് എത്ര എമൗണ്ട് ആകും, അതുപോലെ കുടിവെള്ള പ്രശ്നം. ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ചർച്ച ചെയ്തപ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് 1000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 4 പ്ലാന്റുകൾ 4 സ്ഥലത്തായിട്ട് നിർമ്മിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും പൈപ്പ് പൊട്ടും, നമ്മൾ തൽക്കാലം അതിനെ ഒട്ടിക്കും, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അരുവിക്കരയിൽ നിന്നാണ് വെള്ളം വരുന്നത്. മറ്റു പല സ്രോതസ്സുകളിൽ നിന്നും ജലം ശുദ്ധീകരിച്ച് കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ഒരു തവണ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ട് പരിഹരിച്ചാൽ ആത്യന്തികമായി പരിഹരിക്കപ്പെടണം. അപ്പോൾ കൂടുതൽ കോൺക്ലേവുകളും അതുപോലെ കൂടുതൽ ചർച്ചകളും ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. എത്ര എമൗണ്ട് ആവും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ നാളെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്താൻ ശ്രമിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോർപ്പറേഷൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പല മാധ്യമങ്ങളും ഇപ്പം ഞാൻ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചത് തന്നെ, ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചത് തന്നെ, പല മാധ്യമങ്ങളും ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെയായിട്ട് അവരവരുടെ ഭാവനയിൽ വിടർന്നതും നല്ല പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ പുറത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് സിറ്റി പ്രഖ്യാപിക്കും, അതുപോലെ ഇതൊക്കെ ആവശ്യമാണ് തിരുവനന്തപുരത്തിൽ. ലൈറ്റ് മെട്രോയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മാധ്യമങ്ങൾക്കും അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ, ചർച്ച നടന്ന കാര്യങ്ങളെക്കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മാധ്യമ പ്രവർത്തകർ വാർത്ത കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയോ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നാളെ മുതൽ നടപ്പിലാക്കി തുടങ്ങും എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോഴേക്കും പ്രതീക്ഷിക്കാം, ഞങ്ങൾക്കൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക സംവിധാനം തീരുമാനിച്ച് പറയുമ്പോഴേക്കും അതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ, കൃത്യമായിട്ടുള്ള എത്രയാണ് അതിൻ്റെ എക്സ്പെൻസ്, അതിൽ പല ഘടകങ്ങളിൽ നിന്ന് അംഗീകാരം വാങ്ങണം, ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ മൈന്യൂട്ട് ആസ്പെക്റ്റും കൂടെ പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആധികാരികമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വരാൻ പോകുന്ന 5 വർഷത്തിൽ 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തി നിൽക്കേണ്ട പദ്ധതികളെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഏകദേശം രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ ആക്യുറസി വരേണ്ടതായിട്ടുണ്ട്. അതിൽ ചില കോൺക്ലേവുകൾ നടത്തണം. അതിന് ഈ പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച കോർപ്പറേഷൻ മേയർമാർ തിരുവനന്തപുരത്ത് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഓരോ പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച മേയർമാരുമായിട്ട് ഞങ്ങളും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ളതിൽ ഞാനും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതിൽ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്.
അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം, അത് അവിടെ വിജയിപ്പിച്ച ഉദ്യോഗസ്ഥർ, എക്സ്പെർട്ടുകൾ, അവരുടെയൊക്കെ സാന്നിധ്യം തിരുവനന്തപുരത്ത് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഇതിന് കൃത്യമായിട്ടൊരു ആക്യുറസി വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവ് വളരെ വലിയ ഒരു പ്രതീക്ഷയും ആവേശവും ആത്മവിശ്വാസവുമാണ് BJP പ്രവർത്തകർക്ക്, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ 101 കൗൺസിലർമാർക്ക്, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് കൈവരുന്നിരിക്കുന്നത്. ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് 101 കൗൺസിലർമാരും പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവിനെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം NDAക്ക് ലഭിച്ചതിന് ശേഷമുള്ള വരവിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായും എല്ലാ മാധ്യമപ്രവർത്തകരെയും സഹകരണം ലഭിച്ചു. നാളെ പ്രധാനമന്ത്രി വന്നിട്ട് ഒരു പദ്ധതിയും പ്രഖ്യാപിക്കത്തില്ലെന്നാണ്. അല്ല, അത് PMO ആണ് തീരുമാനിക്കേണ്ടത്, PMO ആണ് പറയേണ്ടത്. തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ളത്, ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചുള്ളത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. ബാക്കി ഏത് പദ്ധതി ഏത് സമയത്താണ് ചെയ്യാൻ സാധിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടാമെന്നുള്ളത് തീരുമാനിക്കേണ്ട PMO ആണ്. പിന്നെ വിശദമായൊരു പദ്ധതി, നമ്മുടെ ഒരു രേഖ, നമ്മുടെ ഒരു പ്രപ്പോസൽ PMOക്ക് കൊടുത്തിട്ടുണ്ടോ? അതായത് ഞങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ ഭരണപരമായി ഒരു രാഷ്ട്രീയ പാർട്ടി സമർപ്പിക്കുന്ന, ഒരു കോർപ്പറേഷൻ സമർപ്പിക്കുന്നത് രണ്ടാണ്. ഞങ്ങളിപ്പോൾ 25 ദിവസം മാത്രം കംപ്ലീറ്റ് ചെയ്ത ഒരു ഭരണസമിതിയാണ്. അതിലൊരു 8-10 ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ ഇപ്പോഴും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൂർത്തിയാക്കാനുണ്ട്. ആദ്യത്തെ കൗൺസിൽ യോഗം നടന്നത്, പൂർണ്ണ കൗൺസിൽ യോഗം നടന്നത് ഇന്നലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഞങ്ങൾ പദ്ധതികൾ സമർപ്പിക്കുമ്പോഴേക്കും ഒരു ചില കാര്യങ്ങൾ കൗൺസിലിന്റെ അംഗീകാരം വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 15-20 ദിവസമാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലപ്പുറം ചില കാര്യങ്ങൾ കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറായിട്ടില്ലേ? നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് നമ്മളൊരു ഇൻപുട്ട് PMO ഞാൻ പറയാം. പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്ന് ഉള്ള തലത്തിലേക്ക് അതിനെ എടുക്കണ്ട. അങ്ങനെയാണ് ഈ സുരേഷ് ഇന്നലെ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ഒരു PMOയുടെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സഹായം ഞങ്ങൾക്കുണ്ടായി. പക്ഷെ നമ്മൾ ആദ്യം മുതൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പ്രധാനമന്ത്രി വരും, പ്രധാനമന്ത്രി നഗരത്തിന്റെ വികസന, ഞാൻ പറയാം, പ്രധാനമന്ത്രി വരെയല്ലേ, പ്രധാനമന്ത്രി നഗരത്തിന്റെ വികസന രേഖ അവതരിപ്പിക്കുമെന്നാണ്. അപ്പൊ ആ രേഖയിൽ എന്തുണ്ടാവും? അങ്ങനെ ഒരു അവതരണം ഇല്ലേ എന്നുള്ളതാണ്. നമുക്കറിയാം. അതിൽ ആശയക്കുഴപ്പമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങളുടെ നിലപാട്. വികസന രേഖ അല്ലല്ല, ഇന്ന് രാവിലെയൊക്കെ മാധ്യമങ്ങൾ, ഓരോ മാധ്യമങ്ങളും ആ മാധ്യമ പ്രവർത്തകന്റെ തിരുവനന്തപുരത്തുള്ള കാഴ്ചപ്പാട് അത് നല്ലതാണ്. ഞങ്ങളൊക്കെ പ്രസംഗങ്ങളിലൊക്കെ നടത്തിയ പല കാര്യങ്ങളും വെച്ചിട്ട് അവിടെ വാർത്തകൾ വരുന്നു. അത് വരുന്നത് കൊണ്ടാണ് ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത്. ഓരോ മാധ്യമത്തിൽ വരുന്ന ഓരോ തരത്തിലുള്ള വാർത്തയാണ്. വികസന രേഖാ പ്രഖ്യാപനം പ്രധാനമന്ത്രി വരുന്നത് മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് അങ്ങ് വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് നഗര വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞത്. അത് ആവർത്തിച്ച് BJP സംസ്ഥാന അധ്യക്ഷനും അതുപോലെ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളവർ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ പറയുന്നു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും എന്ന് കരുതേണ്ട. നമ്മൾ ഇവിടെ നിന്നൊരു ഇൻപുട്ട് കൃത്യമായി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് നാളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ തീരുമാനം PMOയുടെ അണ്ടറിലാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ചില കോൺക്ലേവ് നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു സ്ഥലത്ത് വിജയിച്ച പദ്ധതി, ഇപ്പോ ഉദാഹരണത്തിന് ഹൈദരാബാദിൽ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നത് വളരെ വിജയകരമായി നടത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അന്നത്തെ മേയർ ബഹുമാനപ്പെട്ട ശ്രീ V. ശിവൻകുട്ടി വിളപ്പിൽ ശാലയിൽ ഉൾപ്പെടെ ജനങ്ങളെ കൊണ്ട് ഹൈദരാബാദിൽ കാണിച്ചിട്ടാണ് ആ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. ആ പ്രോജക്റ്റ് ഇവിടെ വിജയിച്ചില്ല. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് വിജയകരമായി നടത്തിയ ഒരു പദ്ധതി തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ നടത്താം, അതിനെക്കുറിച്ച് ഞങ്ങൾ സ്റ്റഡി നടത്തും. ഉദാഹരണത്തിന് ഇപ്പോൾ ആമയിഴഞ്ചാത്തോട്, പാർവതി പുത്തനാർ പോലുള്ളവ ശുദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം നിരവധി കാര്യങ്ങളുണ്ട്. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങളത് നടപ്പിലാക്കും. പലരും വന്നപ്പോൾ ചോദിച്ചു. പക്ഷേ ഞങ്ങളൊരു ചെറിയ പഠനം നടത്തിയപ്പോഴേക്കും അത് ശുദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താ, നിരവധി വീടുകളുടെയും ഹോട്ടലുകളുടെയും ഒക്കെ തന്നെ മാലിന്യം ഒഴുകി വരുന്ന പൈപ്പുകൾ ഈ നദികളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം അതിനൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കിയിട്ട് അത് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ സ്ഥായിയായി നിലനിൽക്കുകയുള്ളൂ. ഇന്നിപ്പോ സാറ്റലൈറ്റ് റിസർച്ചിലൂടെ ഇതിൽ എവിടെ നിന്നൊക്കെയാണ് ഈ പൈപ്പുകളിലൂടെക്ക് വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടീം ഇവിടെ വന്നിരുന്നു. ഞങ്ങളുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി അവർ അടുത്ത ദിവസം പ്രപ്പോസൽ തരികയാണ്. അപ്പോൾ അവരിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രദേശത്ത്, ഏതൊക്കെ വീടുകളിൽ, ഏതൊക്കെ ഹോട്ടലിൽ നിന്നാണ്
ഈ മാലിന്യ പൈപ്പുകൾ ഭൂമിക്കടിയിലൂടെ ഈ നദികളിലേക്ക് വരുന്നത് കണ്ടെത്താൻ സാധിക്കും. അവരോട് പ്രധാനമന്ത്രി ഒന്ന് പോയിട്ട് 27-ാം തീയതി ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കുക. 27-ാം തീയതി അവർ അവരുടെ പ്രപ്പോസലുമായിട്ട് വരുന്നു. അപ്പോൾ അത് പഠിക്കാനായിട്ട് അതിന്റെ സമയമെടുക്കും. വികസന രേഖ പ്രഖ്യാപനം ബിജെപിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങ് പ്രഖ്യാപിക്കുന്ന ബിജെപി ഭരണസമിതി അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തി നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും. ഇപ്പൊ അങ്ങ് പറയുന്നത് അതിന്റെ ഒരു ഇത് നേരത്തെ അറിയില്ലായിരുന്നോ? ഇതിന് ഇത്രയും കാലതാമസം എടുക്കും, ഇത്രയും ചർച്ചകൾ നടത്തേണ്ടി വരും, ഇത്രയും ആളുകളെ കാണേണ്ടി വരും, ഇതിനൊരു ഞങ്ങൾ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ വിവരങ്ങൾ നാളെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഫെബ്രുവരി മാസത്തിൽ സമ്പൂർണ്ണമായും 4-5 കോൺക്ലേവുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ചില മേയർമാരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സമയം കഴിഞ്ഞ 15 ദിവസത്തിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർ വന്നിട്ട് അവരുടെ എക്സ്പെർട്ടുകളുമായി തിരുവനന്തപുരത്ത് വരാൻ സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ ലഭിക്കുവാനുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, നാളെ പ്രധാനമന്ത്രി വന്ന് വികസന രേഖ പ്രഖ്യാപിക്കും എന്ന് നിങ്ങൾ ഉറപ്പിക്കണ്ട എന്നല്ലേ രാജേട്ടൻ പറഞ്ഞത്? അതിലെ നിങ്ങൾ ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട. ഞാൻ പറയട്ടെ, പല മാധ്യമങ്ങളും ഓരോ മാധ്യമങ്ങളും ഓരോ തരത്തിലുള്ള വാർത്തകൾ കൊടുത്തു. ആ വാർത്തകൾ ജനങ്ങളുടെ പ്രതീക്ഷയാണ്, ആ മാധ്യമ പ്രവർത്തന വിലയിരുത്തലാണ്. ഇത് പറയുമ്പോൾ ഒരു ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പരിമിതി